ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു അളവിൽ നിന്ന് ഈ ഒരു ചുരിദാർ ടോപ്പിൻ്റെ അളവിൽ നിന്ന് അളവെടുത്ത് തയ്ച്ച ചുരിദാറാണ് ഈ താഴെ ഇരിക്കുന്ന ഈ ചുരിദാർ. ഓക്കെ, ഇതിൻ്റെ അളവെടുത്തിട്ട് ഇതുപോലെ തന്നെ തയ്ച്ചെടുത്താണ്. ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഡിസൈൻ വ്യത്യാസമുണ്ട്. ഇത് വെറുതെ കഴുത്തിന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഫ്രണ്ടാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് യോജിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് നോക്കാം. കറക്റ്റായിട്ട് നമ്മുടെ അളവിൽ തന്നെ ഒരു ചുരിദാറിൽ നിന്ന് ഒരു ചുരിദാർ എങ്ങനെ വെട്ടിയെടുക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഇറക്കം നല്ല ഇറക്കമാണ്. ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് 46 ആ ലെങ്ത്തിൽ തന്നെയാണ് ഈ ടോപ്പും തയ്ച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അളവൊക്കെ ഒന്ന് എടുത്തിട്ട് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് നമുക്ക് ഇതാണ് ചുരിദാറിൻ്റെ തുണി, അതിൻ്റെ ലൈനിങ്ങും ഇതിൻ്റെ ഒപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവുകളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്ക് എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് നെക്ക് തയ്ച്ച് കഴിയുമ്പോഴുള്ള അളവാണ് 5.5 ഇഞ്ച് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അളവെടുക്കുന്ന സമയത്ത് നമ്മൾ 6 കൊടുത്താലാണ് നമുക്ക് 5.5 കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള അളവുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് 5.5 നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് നെക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്ക് നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ളത് 3.5 നമുക്ക് ബാക്ക് നെക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഫ്രണ്ടും ബാക്കിലെ നെക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കഴുത്തിൻ്റെ വട്ടം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കഴുത്ത് വട്ടം ഇത് അളന്ന് നോക്കുമ്പോൾ 5 കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുത്ത് വട്ടം നമുക്ക് 5 കിട്ടുമ്പോൾ നമുക്ക് ഇത് കുറച്ചിട്ടേ നമ്മൾ എടുക്കാവൂ. തയ്ച്ച് വരുമ്പോഴാണ് വൈഡ് 5 കിട്ടുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അളവ് എടുക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് 13 കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 13 കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് ഷോൾഡറിൻ്റെ അളവ് നമ്മൾ എടുക്കുമ്പോൾ എടുക്കേണ്ടത്. ഇപ്പം നമുക്ക് 13 എഴുതാം. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് വണ്ണാണ്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് വണ്ണം നമുക്ക് ഒരു സൈഡാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ചെസ്റ്റ് വണ്ണം എടുക്കുന്നത് ഇത് നമുക്ക് 22.25 നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ശരിക്കും വണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 44.5 മൊത്തത്തിൽ നമ്മുടെ വണ്ണം വരുന്നത്. അപ്പോൾ ചെസ്റ്റ് ഞാൻ 22.25 എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷേപ്പാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഷേപ്പ് നമ്മുടെ ഇടവണ്ണം പോലെ വരുന്ന ആ ഒരു ഭാഗത്താണ് എടുക്കുന്നത്. അപ്പോൾ ഇത് മുകളിൽ നിന്ന് നമുക്കൊരു 13 അല്ലെങ്കിൽ 14 അത് നമ്മുടെ ഹൈറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഷേപ്പ് വരുന്നത്. അപ്പോൾ ഞാനിതൊരു 14 എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 21 കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഷേപ്പ് വണ്ണം 42. ഇനി നമുക്ക് സ്ലിറ്റ് ഭാഗത്ത് നമ്മൾ വണ്ണം എടുക്കണം. കാരണം നമ്മൾ ഷേപ്പ് ചെയ്ത് അടിക്കുമ്പോൾ നമ്മുടെ സ്ലിറ്റ് ഭാഗത്തിൻ്റെ അവിടെ കറക്റ്റായിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുകളിൽ നിന്ന് ആദ്യം നോക്കാം. അപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ 23 സ്ലിറ്റ് ഞാൻ ഇടുന്നത്. അപ്പോൾ ആ ഒരു സ്ലിറ്റ് ഭാഗത്തെ വണ്ണം നമുക്ക് നോക്കാം. അവിടെ കിട്ടുന്നതും 23 കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മൊത്തത്തിലുള്ള ഇറക്കമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ മുകളിൽ നിന്ന് താഴെ വരയ്ക്കും അളന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് 46 നമുക്ക് ഈ ഇതിൻ്റെ ഇറക്കം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇറക്കം 46 എഴുതാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇറക്കം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇറക്കം സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 14 കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ സ്ലീവിൻ്റെ വണ്ണം നമുക്ക് നോക്കാം. അപ്പോൾ സ്ലീവിൻ്റെ കൈൻ്റെ വണ്ണം എന്ന് പറയുന്നത് 6.25 നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആം ഹോളാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആം ഹോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ കിട്ടുന്നത് നമുക്ക് 10 കിട്ടുന്നത് കേട്ടോ. 10 നമുക്ക് കിട്ടുന്നത് ഒരു സൈഡിൽ 10 എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ആം ഹോളിൻ്റെ അളവ് 20 ഇഞ്ചാണ് ആം ഹോളിൻ്റെ അളവ്. നമുക്ക് ഫിറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ആം ഹോളിൻ്റെ അളവ് കറക്റ്റായിട്ട് വേണം. അപ്പോൾ നമുക്ക് ഇത്രയും അളവുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് ഈ അളവുകൾ വെച്ച് നമുക്ക് ഫസ്റ്റ് നമുക്ക് ലൈനിങ് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലൈനിങ്ങിൽ നമുക്ക് അളവുകൾ എടുക്കാം. അപ്പോൾ ഈ ലൈനിങ് ഞാൻ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ് ഇടുന്നത് നമ്മൾ സാധാരണ ഇടുന്ന പോലെ വണ്ണത്തിനെ മടക്കി നീളത്തിൽ നമ്മൾ മടക്കിയിടണം. പിന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഇറക്കം 46 നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ 46 ഇഞ്ച് ഇറക്കത്തിലാണ് ലൈനിങ് നമ്മൾ ഇടേണ്ടത്. നല്ല തുണി നമ്മൾ അതിനേക്കാളും 2 ഇഞ്ച് കൂട്ടിയിടണം, 48 ലൈനിങ് നമ്മൾ 46 ഇഞ്ചിൽ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ബാക്ക് സൈഡാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ബാക്ക് സൈഡ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് സൈഡ് നമ്മൾ ഓപ്പൺ സൈഡാണ്. ബാക്ക് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള അളവുകളൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം നമുക്ക് 3.5 4 കൊടുക്കാം. പിന്നെ നമുക്ക് കഴുത്ത് വട്ടം ഞാൻ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് 2.5 കൊടുക്കാം. പിന്നെ നമ്മൾ ഷോൾഡറാണ്, നമുക്ക് ഒരു 6 ഇഞ്ച് ഷോൾഡർ കൊടുക്കാം. പിന്നെ നമ്മുടെ വണ്ണത്തിന് നമുക്ക് 4 നമുക്ക് അതിനെ എടുക്കാം. അപ്പോൾ 44.5 എങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് ഡിവൈഡ് ബൈ ഞാനൊരു 11.25 കൊടുക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് തയ്യൽ തുമ്പാണ് വേണ്ടത്, അതും കൂടെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ആം ഹോൾ നമുക്ക് എടുക്കാം. ആം ഹോൾ നമുക്ക് 6 തന്നെ കൊടുക്കണം. എടുത്ത ഷോൾഡറിൻ്റെ അളവ് തന്നെ നമ്മൾ ആം ഹോളായിട്ട് കൊടുക്കുക. 3 സൈഡിലും നമ്മൾ ആം ഹോൾ അടയാളപ്പെടുത്തിയതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമുക്കിതിൻ്റെ ഷേപ്പാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അളവെടുത്ത പോലെ 14 മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്ത് നമുക്ക് ഷേപ്പ് വണ്ണം എടുത്തത് നമുക്ക് അളവ് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് സ്ലിറ്റ് ഭാഗത്തെ വണ്ണാണ്. അത് നമ്മൾ മുകളിൽ നിന്ന് 23ലാണ് നമ്മൾ സ്ലിറ്റ് എടുക്കാനായിട്ട് എടുത്ത അളവ്. അത് അവിടെ 23 വെച്ചിട്ട് നമുക്ക് അവിടുത്തെ വണ്ണം നമുക്ക് ഇടാം. എല്ലാത്തിനും ഡിവൈഡ് ബൈ 4 കൊടുക്കുക കേട്ടോ. 23 എന്ന് പറയുമ്പോൾ 46ആണ്. അതിനെ 4 കൊണ്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് വണ്ണും ഇതെല്ലാം നമ്മൾ ടോട്ടലിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചെസ്റ്റ് വണ്ണും ഇടവണ്ണും സ്ലിറ്റ് വണ്ണും നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ഈ 3 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് താഴോട്ട് നമുക്കിതാ ഇതുപോലൊരു സ്കെയിൽ വെച്ചിട്ട് നമുക്കൊരു ഷേപ്പ് നമുക്ക് കൊടുക്കാം. എന്നിട്ടിങ്ങനെ വരയ്ക്കാം. അപ്പോൾ കുറച്ച് ഞാൻ വിട്ടിട്ടുണ്ട് അവിടെ, ഒരു ഇഞ്ചിന് കൂടുതൽ ഞാൻ ആ സൈഡിൽ ഞാൻ വിട്ടിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മറ്റേ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എന്തിനാണ് വെട്ടിയതെന്ന് കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ ആ ഒരു താഴ്വശത്ത് നിന്ന് നമുക്ക് ആ ഒരു ഷേപ്പില്ലേ, നമുക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിക്കഴിഞ്ഞാൽ തയ്ച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കോൺ ഇങ്ങനെ താഴ്ന്നു കിടക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈഡ് കുറച്ച് പൊക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ നമുക്ക് അപ്പോൾ ബാക്ക് സൈഡൊക്കെ നമ്മൾ വരച്ച് നമ്മളെടുത്ത അടയാളങ്ങളൊക്കെ നല്ല പോലെ ഒന്ന് നമ്മൾ വരച്ചെടുത്തിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിതിനെ മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് നമുക്ക് വേണ്ട. ഫ്രണ്ടിൻ്റെ ലൈനിങ് വെക്കണം. അതിന് വേണ്ടിയിട്ട് ആ ബാക്കിയുള്ള തുണി നമുക്ക് ഇതുപോലെ നിവർത്തിയിടാം. ഇത് ഓപ്പൺ സൈഡാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ആണ്. ഓപ്പൺ മീൻസ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബട്ടൺസ് വെക്കാനോ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ആദ്യത്തെ ഇതിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ വെക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഓപ്പൺ സൈഡ് തന്നെ നമുക്കിടാം. അപ്പോൾ ഓപ്പൺ സൈഡ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു 1/2 ഇഞ്ച് ഫ്രണ്ടിൽ വിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 1/2 ഇഞ്ച് മുന്നോട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ തേര് ഭാഗം നല്ല കട്ടിയുള്ളതാണെങ്കിൽ തേര് ഭാഗം കട്ട് ചെയ്ത് കളയണം. തേര് ഭാഗം വളരെ സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ തേര് ഭാഗം വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ തുണിയിൽ തേര് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വെട്ടിക്കളയുന്നില്ല. ആ ഒരു ഭാഗം കൂട്ടി നമുക്കൊരു 1/2 ഇഞ്ച് നമുക്ക് മുന്നിലോട്ട് ഇട്ടിട്ട് നമുക്കിത് വെക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട ഒന്നുമില്ല. ഫ്രണ്ട് പീസിൻ്റെ കഴുത്തിന് ഇറക്കം കൂടുതലാണ്. അപ്പോൾ ആ ഫ്രണ്ട് പീസിൻ്റെ ഇറക്കം നമ്മൾ വെച്ചിട്ട് നമ്മൾ അത് അളന്ന് എടുക്കാം. നമ്മുടെ ആം ഹോളും എല്ലാം നമുക്ക് അളന്നെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് നമ്മൾ അതേ ഷേപ്പിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയിടുമ്പോൾ നമുക്ക് ആ അറ്റത്തും നമുക്ക് ഇതുപോലെ തുണി കിട്ടണം. അതിനാണ് നമ്മൾ നേരത്തെ ബാക്ക് വെട്ടിയപ്പോൾ ഞാൻ അവിടെ കുറച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് അത് കിട്ടും. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം തന്നെ നമ്മൾ അടയാളം കൊടുത്തിട്ട് നമുക്കിതിനെ വെട്ടിയെടുക്കാമെന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും നമുക്ക് ലൈനിങ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് വെച്ച് നമ്മൾ എന്തിലാണ് നല്ല തുണിയിൽ വെട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ വെച്ച് വെട്ടി എടുക്കാം. പിന്നെ ഇതിൻ്റെ സ്ലീവാണ് വരുന്നത്. സ്ലീവിന് ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല വണ്ണം ഉള്ളതുകൊണ്ട് സൈഡിൽ നിന്ന് നമുക്ക് അടിക്കേണ്ടി വരും. ഇതായിട്ട് കിട്ടില്ല. ഇത് 2.5 മീറ്റർ തുണിയാണ്. ഈ 2.5 മീറ്റർ തുണിയിൽ എൻ്റെ ഇറക്കം തന്നെ 46-48 പോവും. പിന്നെ എനിക്ക് താഴ്ന്ന് നമുക്ക് ഇതിന് സ്ലീവിന് തുണി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈഡിൽ നമ്മുടെ ഇത് ഓൾറെഡി ഇച്ചിരി ഡിസൈൻ ആ കയ്യിൽ വെക്കുന്നതുകൊണ്ട് ഓപ്പണായി കിടക്കുന്ന ഭാഗം കൂട്ടിയടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ഇത് ഒരു 38-40 സൈസുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കിട്ടും കേട്ടോ. നിങ്ങളുടെ കയ്യിനുള്ള സ്ലീവ് കിട്ടും. ഇനി നമ്മൾ എൻ്റെ പോലെയുള്ള ആൾക്കാരാണ്, ഈ ഒരു അളവിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 3 മീറ്റർ തുണി എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഇറക്കത്തിലും ജോയിൻ ചെയ്യണമെങ്കിൽ സൈഡിൽ നിന്ന് കിട്ടും. ജോയിൻ ചെയ്യാതെ കൈ വേണമെങ്കിൽ 1/2 മീറ്റർ കൊണ്ട് നിങ്ങൾ കൂടുതൽ എടുക്കേണ്ടി വരും. 3 മീറ്റർ എടുത്താൽ ഇത് നല്ല ഇറക്കത്തിലും നല്ല വലുപ്പത്തിലും തയ്ക്കുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതിന് നല്ല 2.5 മീറ്റർ കറക്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി സ്ലീവും കൂടെ ഇത് കൂട്ടി വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇത് 1/2 മീറ്റർ കൂടെ കൂട്ടി 3 മീറ്റർ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഞാൻ പീസുകളൊക്കെ വെച്ചിട്ടാണ് വെട്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആ അളവിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്ലീവ് വെട്ടുന്ന പോലെ തന്നെ സ്ലീവ് നമുക്ക് വെട്ടിയെടുക്കാം. എല്ലാം ജോയിൻ ചെയ്തിട്ട് നമുക്ക് സ്ലീവ് ശരിയാക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി നമ്മൾ ഫ്രണ്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ഭാഗം നമ്മൾ ആദ്യം ഒന്ന് വെച്ചടിക്കണം. അപ്പോൾ കഴുത്തിൽ നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ നിങ്ങൾ ഒരു തുണിയും കൂടെ കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഭാഗം കുറച്ച് കട്ടിയായിട്ട് കിട്ടും. ആ സമയം എനിക്കതിൻ്റെ ഇതില്ല, ഞാൻ ആ കഴുത്ത് ഭാഗത്ത് എക്സ്ട്രാ ഒന്നും വെക്കുന്നില്ല. അപ്പോൾ നമ്മളിത്
മറച്ചടിക്കുന്നതിന് മുമ്പ് 2 നല്ല വശത്തോടെ കൂട്ടി അടിക്കുക. അപ്പോൾ കഴുത്തും ഇതിൻ്റെ ആ താഴെ വരെയുള്ളില്ലേ ആ ഭാഗം നമ്മൾ ആദ്യം ഒന്ന് വെച്ചടിച്ചതിന് ശേഷം അത് നമ്മൾ പിന്നെ ഉള്ളിലോട്ട് കൊടുത്തിട്ട് നമ്മളിതിനെ പതിച്ചടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ആം ഹോളും സൈഡ് ഭാഗമൊക്കെ ലൈനിങ് ആയിട്ട് കൂട്ടി അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ഞാനിത് നിങ്ങൾക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾ നോക്കാം, ഞാൻ ഇതുപോലെ ഞാൻ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മറയ്ക്കണം. ഇതിങ്ങനെ മറച്ചിട്ട് ഇത് കറക്റ്റായിട്ട് നമ്മുടെ ആ കഴുത്തിൻ്റെ പോയിൻ്റൊക്കെ നമ്മളിങ്ങനെ കുത്തി കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ പതിച്ചടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ സൈഡും കൂടെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ അങ്ങനെ അടിച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അപ്പോൾ ഈ 2 സൈഡും ഞാൻ ഇതുപോലെ അടിച്ച് നല്ലോണം പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും ലൈനിങ്ങിൻ്റെ താഴ്വശം നമ്മൾ നേരത്തെ തന്നെ മടക്കി അടിക്കണം കേട്ടോ. ബാക്കി ലാസ്റ്റാണ് മുകളിലെ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ലൈനിങ് ഭാഗം നമ്മൾ നേരത്തെ തന്നെ അടിഭാഗം സ്ലിറ്റ് നമ്മൾ മടക്കി അടിക്കണം. ഇപ്പോൾ ഇത് 2 സൈഡും നല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ വെക്കുന്ന ലേസാണിത്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ വെക്കുന്നില്ല, ഇതിൽ ആ തൂങ്ങി കിടക്കുന്ന ആ ഒരു ഭാഗമില്ല, അത് മാത്രമേ പുറത്തോട്ട് കാണുന്ന വിധത്തിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ ഇത് താഴെ വരെ ഞാൻ അടിച്ചു. അപ്പോൾ ഞാൻ അടിച്ചിട്ടൊന്ന് നിങ്ങൾക്ക് കൊണ്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിലൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ കളറിനോട് ചേരുന്ന ഇതിൻ്റെ ഉള്ളിലൊരു പൂവുണ്ട്, ആ തെളിഞ്ഞ് കാണുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഒരു കളറിനോട് ചേരുന്ന കളറാണത്. അപ്പോൾ ഇത് രണ്ടും മാച്ചാവും. നമുക്കിതിൻ്റെ പാൻറ്റും ഷോളും നമ്മൾ ഈ ഒരു കളറിൽ ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് നെക്ക് അടിക്കുക, ഷോൾഡർ കൂട്ടി അടിക്കുക, സ്ലീവ് വെച്ച് ഫിറ്റ് ചെയ്തെടുക്കുക. സ്ലിറ്റ് ഇതിനടിക്കേണ്ട കാര്യമില്ല. നമ്മളിത് എ ലൈനായിട്ട് നിൽക്കുന്ന ചുരിദാറിൻ്റെ ടോപ്പാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചുരിദാറിൻ്റെ ടോപ്പാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അളവെടുത്തിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു അളവ് ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ വെട്ടി തയ്ക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.